ഹായ്. എല്ലാവർക്കും സംശയമുള്ള 3 സർട്ടിഫിക്കറ്റുകളാണ്: ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. ചിലർ ഓർക്കുന്നത് 3 സർട്ടിഫിക്കറ്റ് എന്തിനാന്ന് പോലും അറിയില്ല, 3 സർട്ടിഫിക്കറ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയില്ല, 3 സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം എന്താണെന്ന് അറിയില്ല. നമ്മൾ ഇതിനകത്ത് ഈ 3 സർട്ടിഫിക്കറ്റുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, എന്താണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ്, എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, എന്താണ് നമ്മുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മൾ അറിയേണ്ടത് എന്താണ് ഇക്വലൻസ് സർട്ടിഫിക്കറ്റ് എന്നറിയണം, എന്താണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നറിയണം, ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവർ രണ്ടിന്റെയും ആവശ്യം എന്താണ്, ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണ്. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാനായിട്ട് വി നീഡ് ടു ടേക്ക് വൺ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, കേരളത്തിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഇംഗ്ലീഷ് ഒരാൾ പഠിക്കുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷ് പഠിച്ചതിന് ശേഷം അയാളുടെ BA ഇംഗ്ലീഷ് ഫിനിഷ് ഔട്ട് ചെയ്യും. BA ഇംഗ്ലീഷ് ഫിനിഷ് ചെയ്തതിന് ശേഷം തമിഴ്നാട്ടിലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു കോളേജിലോ അല്ലെങ്കിൽ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലോ MA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്കറിയാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ SLC ബുക്ക്, അതിനുശേഷം +2 മാർക്ക് ലിസ്റ്റ്, ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, TC, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം ചോദിക്കും. അതിനകത്ത് പിന്നെ ചോദിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, പിന്നെയുള്ളത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇയാൾ ഇവിടെ BA ഇംഗ്ലീഷ് തീർന്നു. BA ഇംഗ്ലീഷ് പഠിച്ചത് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആയതുകൊണ്ട് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരളത്തിന് വെളിയിലുള്ള മറ്റൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ പോകാനായിട്ട് നമുക്ക് എലിജിബിലിറ്റി ഉണ്ട് എന്ന് കേരളത്തിലെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നമുക്ക് ട്രാൻസ്ഫറിന് വേണ്ടി മൈഗ്രേറ്റ് ചെയ്യാൻ, മറ്റൊരു സംസ്ഥാനത്തെ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കേരളത്തിൽ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരളത്തിന് വെളിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് ഈ പറയപ്പെടുന്ന മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. അതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. സോ അതിനുവേണ്ടി എന്താണ്, എല്ലാ യൂണിവേഴ്സിറ്റിയിലും അതിന് പ്രിസ്ക്രൈബ്ഡ് ഫീസ് ഉണ്ടാവും. അതിനുവേണ്ടി ഇപ്പൊ നമുക്ക് വേണ്ടത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഈ ആപ്ലിക്കേഷൻ പോർട്ടലിൽ പോയതിനു ശേഷം ഈ ആപ്ലിക്കേഷൻ പോർട്ടലിൽ പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടാവും. ഇപ്പൊ നമുക്ക് ഓൺലൈനായിട്ട് ഫീസ് പേയ്മെന്റുകൾ നടത്താം. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ ഫീസ് എത്രയാണെന്ന് നോക്കുക, ആ ഫീസ് പേ ചെയ്യുക, നമുക്ക് വേണ്ട ഡീറ്റെയിലുകൾ കൊടുക്കാം. നമ്മൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ ഏത് കോളേജിലാണ് കോഴ്സ് ചെയ്തത്, ഏത് വർഷമാണ് കോഴ്സ് ചെയ്തത്, നമ്മളിപ്പോൾ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ്, ഏത് കോഴ്സ് ചെയ്യാനായിട്ടാണ്, അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ കൂടി നമ്മൾ ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ SLC ബുക്കിന്റെ കോപ്പി, +2 കോപ്പി, അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, ഡിഗ്രി സർട്ടിഫിക്കറ്റിന്റെ മാർക്ക് ലിസ്റ്റുകളുടെയും കോപ്പി, ഇതെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. ഈ ഡേറ്റുകൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 1 വീക്കിനുള്ളിൽ നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കിട്ടും. യൂഷ്വലി ഇപ്പൊ സർട്ടിഫിക്കറ്റുകളെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്. നമ്മൾ ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മളിപ്പം തമിഴ്നാട്ടിലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ MA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളോട് പറയും, യു നീഡ് ടു ഒബ്റ്റെയിൻ ആൻഡ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. വാട്ട് ഈസ് ദിസ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്? നമ്മൾ ആ പറയപ്പെടുന്ന മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MA ഇംഗ്ലീഷ് ചെയ്യുന്നതിന് എലിജിബിൾ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതാണ് എന്ത്, എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. സോ അത് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അത് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആ യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ ഫോം എടുക്കുക. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് സെക്ഷൻ എടുത്ത് നമ്മൾ നമ്മുടെ വേണ്ട ഡീറ്റെയിൽസ്, നമ്മൾ ഏത് കോളേജിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്, അതോടൊപ്പം നമ്മുടെ SLC, +2 ഈ വക ഡേറ്റകളെല്ലാം കൊടുക്കുക. ഫീസ് എത്രയാണ്, ഫീസ് പേ ചെയ്യാം. അന്നേരപ്പോൾ അതിന്റെ കൂടെ നമ്മൾ നമ്മുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടി സബ്മിറ്റ് ചെയ്യണം. അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആ സർട്ടിഫിക്കറ്റ് നമ്മളിലുണ്ട്. ഇത്രയും ഡേറ്റ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഈ പറയപ്പെടുന്ന മദ്രാസ് യൂണിവേഴ്സിറ്റി നമുക്ക് ഇഷ്യൂ ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ആ പറയപ്പെടുന്ന കോഴ്സിന് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചും എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിനെ സംബന്ധിച്ചും വേണ്ടത്. ഇനി കോഴ്സ് നമ്മൾ കഴിഞ്ഞു. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു പോരുകയാണ്. കേരളത്തിൽ വന്ന് വീണ്ടും ഹയർ എഡ്യൂക്കേഷൻ പോവുകയാണെങ്കിൽ അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. കാരണം നമ്മൾ വീണ്ടും സ്റ്റേറ്റ് കാണുന്നത് വേറൊരു സ്റ്റേറ്റിലാണ് കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നത്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു. ഇതിനുശേഷം എപ്പോഴാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരിക? കേരളത്തിലെ PSCയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി മേടിക്കുകയോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സർവീസിൽ നമുക്ക് ജോലി കിട്ടുന്ന ഒരു സാധ്യത ഉണ്ടായി, ഗവൺമെന്റ് സർവീസ് ജോലി കിട്ടുന്ന ഒരു സാധ്യത, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സെറ്റ് എക്സാം എഴുതി, സെറ്റ് എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമ്മളോട് ചോദിക്കും, നമ്മൾ PGയോ ഡിഗ്രിയോ BEdോ ചെയ്തത് കേരളത്തിന് വെളിയിൽ നിന്നാണെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യണം? കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യണമെന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ട് പാസ്സായ സമയത്താണെങ്കിൽ നമ്മളോട് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും ഇക്വലൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറയും. ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MA ഇംഗ്ലീഷ് പാസ്സായി. അവിടുത്തെ MA ഇംഗ്ലീഷ് എന്ന് പറയുന്നത് കേരളത്തിലെ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന ആ യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ നമ്മൾ MGയിൽ വന്നാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ വന്നാണ് ഇക്വലൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുന്നത് എങ്കിൽ MG യൂണിവേഴ്സിറ്റിയിലെ MA ഇംഗ്ലീഷ് കോഴ്സുമായി ഇക്വലന്റ് ആണെന്ന് കിട്ടണമെങ്കിൽ രണ്ട് യൂണിവേഴ്സിറ്റികളിലെയും കോഴ്സുകൾ തമ്മിൽ ചില യൂണിവേഴ്സിറ്റികളിൽ 50% മാച്ചിങ് ഉണ്ടാവണം, ചില യൂണിവേഴ്സിറ്റികളിൽ 60% മാച്ചിങ് ഉണ്ടാവണം. തിയറിയിലും പ്രാക്ടിക്കലുള്ള സബ്ജക്ട് തിയറിയിലും പ്രാക്ടിക്കലിലും 60% മാച്ച് ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അന്നേരം എന്തൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും? നമ്മൾ SLCയുടെ കോപ്പി, +2ന്റെ കോപ്പി, ഡിഗ്രി മാർക്ക് ലിസ്റ്റ്, നമ്മളിപ്പോൾ ഡിഗ്രിക്കാണ് ഇക്വലൻസി, PGക്ക് ഇക്വലൻസി എടുക്കുന്നതെങ്കിൽ ഡിഗ്രി PGയുടെ മാർക്ക് ലിസ്റ്റുകൾ, ഇതെല്ലാം ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഇതെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മതി. ഇത്ര അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫീസ് ബെറേഴ്സ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഫീസും പേ ചെയ്യണം. തീർച്ചയായിട്ടും ഫീസും പേ ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടും. ഈ സർട്ടിഫിക്കറ്റുകൾ കിട്ടാനായിട്ട് ഞാൻ നോക്കിയിട്ട് കേരളത്തിൽ ഈ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേഗം കിട്ടാൻ എളുപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. രണ്ട് അഡ്വാൻറ്റേജ് ആണുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ആദ്യമേ അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതില്ല. നമുക്ക് ഈ സർട്ടിഫിക്കറ്റിന് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഫീസ് അടച്ചാൽ മതി. സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് എലിജിബിലിറ്റി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഫീസ് അടച്ചതിന് ശേഷം നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല പ്രൊസീജിയർ വൈസും ഇത്തിരി എളുപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിലോ അല്ലെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റോ ഇക്വലൻസി സർട്ടിഫിക്കറ്റോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ലിങ്കിലേക്ക് പോകും. നമ്മുടെ പേഴ്സണൽ ഡേറ്റ, നമ്മൾ എവിടെ നിന്ന് കോഴ്സ് ഒബ്റ്റെയിൻ ചെയ്തു, ഇതെന്തിനാണ് നമ്മൾ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്കിനുള്ളിൽ നമുക്ക് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാവും. ഇതാണ് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ഇക്വലൻസി സർട്ടിഫിക്കറ്റും മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും തമ്മിലുള്ള